ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നെ കാണായിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ടേനു. ഉം, ഞാൻ എന്താ വ്ളോഗൊന്നും ചെയ്യാത്തതെന്നല്ല ഞാൻ പറയാം ട്ടോ. ഇന്ന് ആദ്യമായിട്ട് റമളാനിലെ നമ്മളെ ഇഫ്താർ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ 4 മണി കഴിഞ്ഞേരാണ് കിച്ചണിലേക്ക് പോകാൻ പോകുന്നത്. ഇന്ന് ഞാൻ സ്നാക്കൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ആദ്യമേ വിചാരിച്ചാൽ. പിന്നെ ഈ ഒരു കുമ്പളങ്ങ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. റമളാൻ ആയേരെ ഇങ്ങനെ നോക്കുന്നതാണ്. പക്ഷേ ഇതിനിപ്പം മിക്കവാറും കളയേണ്ടി വരും. ഇനി ഇനി മുന്നേ നമ്മളെ മത്തങ്ങയില്ലേ, മത്തങ്ങൻ്റെ ഒരു പീസ് ഉണ്ടേനു. എന്തെങ്കിലും ഇങ്ങനെ പച്ചക്കറി ബാക്കിയായി പോയാൽ പിന്നെ അതിൻ്റെ കാര്യം പോക്കന്നെ, ചോറാക്കൂലല്ലോ. അതുകൊണ്ട് ഇന്നും ആലും ചെറുതായാലും ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലുണ്ടേനെ. ഇപ്പം ഇന്നും ആണെങ്കിൽ നോമ്പ് നോക്കാനും തുടങ്ങി. ആലുവിന് മാത്രം ഇങ്ങനെ ചോറൊന്നും എന്തായാലും വെച്ച് കൊടുക്കില്ലല്ലോ. അങ്ങനെ സാധാരണ ഞാൻ പച്ചക്കറിയൊന്നും വാങ്ങാത്തയാ. റംലാൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ വാങ്ങൂല കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ബാക്കിയായി പോയി. പിന്നെ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ലേ, ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തതിന് എന്തെങ്കിലും ഒരു ചോറ് ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു പുലാവ് പോലത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കണം. പ്ലസ് ചിക്കൻ ലോലിപോപ്പും. പിന്നെ സ്നാക്ക് ആക്കുന്നില്ല. ഞാൻ ഈ പൊരിച്ച കടി ആക്കാത്ത ആളൊന്നുമല്ലേ. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു കുറേ ദിവസമായിട്ട് ഇങ്ങനെ അതെല്ലാം ആക്കി കഴിയുമ്പോൾ നമുക്കൊരു ഇന്ന് ആക്കണ്ടെന്ന് തോന്നൂലേ, അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. പിന്നെ ഞാനാണെങ്കിൽ ഒരു ടൈപ്പല്ലേ ആക്കലുള്ളൂ, കുറേ ടൈപ്പ് കടികളൊന്നും ആക്കലില്ല. കാരണം കുട്ടികൾക്ക് സ്നാക്കൊന്നും ഇഷ്ടമല്ല, അങ്കും ഇക്കാക്കും വേണ്ടി മാത്രമല്ലേ. പിന്നെ ഇന്നുവിനെ കണ്ട, ഇന്നു നല്ലോണം ക്ഷീണിച്ചേ. ഓൾ ഒരു നോമ്പ് ഒഴിവാക്കിയിട്ടുള്ളൂ. അത് മാത്സ് എക്സാമിൻ്റെ അന്ന്, ആനുവൽ എക്സാമിനു. അപ്പം മാത്സ് ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഓൾ എടുത്തനേനു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മുറിപ്പിച്ച്. കാരണം ഞങ്ങൾക്ക് എന്തോ ഒരു ടെൻഷനായി പോയിട്ടാ. മാത്സ് എക്സാമും അന്ന് തലേ ദിവസം എല്ലാം നല്ലോണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ക്ഷീണം പിടിച്ചിനേനു. അങ്ങനെയെല്ലായിട്ട് ഞങ്ങൾക്ക് എന്തോ ടെൻഷനായേ. ഓൾക്കാണെങ്കിൽ എല്ലാ നോമ്പും എടുക്കണമെന്ന് നിർബന്ധേനെ. ഞാൻ പറയാം അടുത്ത വർഷം തൊട്ടിട്ട് ഫുൾ എടുക്കുക. ഇപ്പോൾ 1-2 ഒഴിവാക്കിയാലും സാരമില്ല, 9 വയസ്സിലായിട്ടുള്ളൂ. 10 വയസ്സായാൽ നിർബന്ധമായിട്ട് എടുക്കുക എന്നല്ല ഞാൻ പറയുക. പക്ഷെ ഓൾക്ക് ഭയങ്കര നിർബന്ധം. പിന്നെ ഞാനാണെങ്കിൽ രാത്രി സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുന്നെങ്കിൽ പകൽ കുറച്ച് നല്ലോണം ഉറങ്ങുക. പക്ഷേ ഓൾക്ക് സ്കൂളുള്ളതുകൊണ്ട് രാവിലെ 6 മണിക്ക് എണീച്ചാൽ വൈകുന്നേരം 6:30 വരെ എന്തായാലും നല്ലോണം വിശക്കുമല്ലോ, കുറേ മണിക്കൂറില്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഓൾ ചിലപ്പോൾ ഉറങ്ങുകയൊന്നും ചെയ്യൂല. പക്ഷേങ്കിൽ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വേണ്ടാന്ന് പറയലില്ല. പിന്നെ ആലു എടുക്കലൊന്നുമില്ല കേട്ടോ. ആലു ഇപ്പോൾ ഒരു ക്ലാസ്സിലാണ് ഓളെ ലിറ്റിൽ ജീനിൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഓൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓൾ അവിടെ പോയി ഇരുന്നോളും. ഞാൻ ഇരിക്കണമെന്നോ നോക്കണമെന്നോ ഒന്നും ഒരു നിർബന്ധവും ഇല്ല. Time in a jungle, a lion was sleeping in his den. Behind the lion, there was a mouse. ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ സ്റ്റോറി പറയലും പിന്നെ കുറച്ച് ഗെയിംസും ഫൺ ആക്ടിവിറ്റീസും എല്ലാം ആയിട്ട് കുട്ടികൾക്ക് തന്നെ മനസ്സിലാവില്ല അവർ ലേണിംഗ് ആണ് അവിടെ നടക്കുന്നതെന്ന്. കാരണം ഇതിൻ്റെ എല്ലാം ഇടയിൽ നല്ല പ്രോപ്പർ ലേണിങ്ങും നടക്കും കേട്ടോ. ഈ 3 വയസ്സ് എന്നെല്ലാം പറയുമ്പോൾ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റേജല്ലേ. നമ്മൾ വിചാരിക്കുമ്പോൾ KG അല്ലേ, KG എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോപ്പർ അറ്റൻഷൻ കിട്ടേണ്ട ഒരു ക്ലാസ്സാണ് KG ക്ലാസ്സസ്. അതിനനുസരിച്ചിരിക്കും അവരുടെ മേലോട്ടുള്ള പെർഫോമൻസ് എന്ന് പറയാൻ വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, ഇപ്പോൾ എങ്ങൾക്കും ഉണ്ടാവും, ഓൺലൈനായിട്ട് എങ്ങനെയാണ് KG കുട്ടികളെ റൈറ്റിംഗ് എല്ലാം പഠിപ്പിക്കുക എന്നുള്ളത്. അത് നമ്മൾ പാരൻസ് പഠിപ്പിക്കുന്ന പോലെ എന്നല്ല. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അവർക്ക് എങ്ങനെയാണ് റൈറ്റിംഗ് പഠിപ്പിക്കേണ്ട മെത്തേഡും കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അപ്പോൾ അവർ അത് കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റി ടീച്ചിങ്ങിലാണ് അവരിത് ചെയ്യുന്നത്. പിന്നെ ആദ്യം തന്നെ കുട്ടീൻ്റെ കറൻറ്റ് കേപ്പബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. കുട്ടികളെ തീരെ ബോറടിപ്പിക്കാണ്ടാണ് ഇവർ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ വലിയ കുട്ടികൾക്കാണെങ്കിലും KG സ്റ്റുഡൻസിനാണെങ്കിലും പബ്ലിക് എക്സാം എല്ലാം ആവാനായി. എക്സാമിൻ്റെ തലേ ദിവസം നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോകാമെന്നെല്ലാം വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആവില്ല. നിങ്ങൾ കുറച്ച് മുന്നേ തന്നെ ട്യൂഷൻസ് എല്ലാം കൊടുത്ത് തുടങ്ങണം. എന്നാലേ ടെൻഷനൊന്നും ഇല്ലാണ്ട് എക്സാംസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇൻ്റർവെല്ലിന് ആലു ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സാണ്. ഇത് 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഫോണിക്സ്, റീഡിങ്, റൈറ്റിങ്, അത് മാത്രമല്ല ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഭവങ്ങൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവും. പിന്നെ ഈ എയിൻസ്റ്റീൻ ജൂനിയർ, ലിറ്റിൽ ഷെഫ്, അങ്ങനെ കുറേ പ്രോഗ്രാംസും അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് 1 ഇയർ കോഴ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ 3 മാസത്തെ 4 മാസത്തെ കോഴ്സെല്ലാം ആണെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. പിന്നെ വലിയ കുട്ടികൾക്കെല്ലാം ആണെങ്കിൽ +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻസ് അവൈലബിൾ ആണ്. എല്ലാ ലാംഗ്വേജിലും സബ്ജക്റ്റിലും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഈ ഗൾഫ് കൺട്രീസിലുള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫീ, സ്കൂളിൽ ചിലപ്പോൾ ഭയങ്കര ഫീ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തൊന്നും സ്കൂൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിറ്റിൽ ജീനിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. അവർ വിത്ത് സർട്ടിഫിക്കറ്റോടു കൂടിയാണ് കുട്ടികളെ ഒരു 1 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അത് KG സ്റ്റുഡൻസിന് മാത്രമല്ല, ഹയർ ക്ലാസ്സിലോട്ടുള്ളവർക്ക് വേണമെങ്കിൽ ട്യൂഷൻ്റെ കാര്യത്തിനായാലും എന്തിനായാലും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇല്ലേ, ഇന്ന് ഞാൻ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ലോലിപോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ സോസിലൊന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല, അല്ലാണ്ട് ജസ്റ്റ് ലോലിപോപ്പ് പോലെ ഫ്രൈ ആക്കുന്നേ ഉള്ളൂ. കാരണം നോമ്പ് തുറക്കുമ്പം തന്നെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച മതി സോസും അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പോലെ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാനിപ്പോൾ ചിക്കൻ്റെ കാലാണ് എടുത്തത്. പിന്നെ ഈടെ നമുക്ക് കിട്ടുന്ന ചിക്കൻ മാക്സിമം 1 കിലോ ഉണ്ടാവും, 800 ഗ്രാം 900 ഗ്രാം 1 കിലോ. അതിൻ്റെ മുകളിലോട്ടുള്ള ചിക്കൻ കിട്ടൂല. അതുകൊണ്ട് തന്നെ ഈ ലെഗ് പീസെല്ലാം ഒരു മീഡിയം സൈസേ ഉണ്ടാവും. ഇപ്പം നാട്ടിലാണെങ്കിൽ കൈയിൻ്റെ ഭാഗമില്ലേ, കൈയിൻ്റെ ഭാഗം എല്ലാവർക്കും തോന്നുന്നു ഒന്നും കൂടി നല്ല ഈ ഒരു ലോലിപോപ്പ് ഉണ്ടാക്കാൻ. പക്ഷേങ്കിൽ വലിയ സൈസ് അല്ലാത്ത ചിക്കൻ്റെ കാലും എടുക്കാം കേട്ടോ. ഇനിയിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി 2 ടേബിൾ സ്പൂണ്, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി. ഗരം മസാല കുറച്ച് മതി കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ ചെറുനാരങ്ങ നീര് വേണം, പിന്നെ തൈരും വേണം. ഈ ചെറുനാരങ്ങ നീരും തൈരും എല്ലാം ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പാക്കുക. പിന്നെ കട്ടത്തൈര് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ടാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇനിയിലേക്ക് കോൺഫ്ലോറും കൂടി വേണം കേട്ടോ. ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കോൺഫ്ലോർ ഇടാൻ പോകുന്നത്. ഇത് നമുക്ക് നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പാക്കി എടുക്കാനുള്ള നല്ല സിമ്പിളാണ്. ചിക്കൻ്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ, അതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ഇട്ടാണ്. ഞാനിപ്പോൾ ചിക്കൻ്റെ കാല് മാത്രം സെപ്പറേറ്റ് വാങ്ങിയാണ്. ഈ കാലിന് വലിയ പൈസ ഇല്ല, എന്താ പറയുക, കാല് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ അതിന് ഭയങ്കര റേറ്റ് കുറവാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കാല് സെപ്പറേറ്റ് വാങ്ങുന്നില്ലെങ്കിലും നമ്മൾ വീട്ടിൽ വെറുതെ വാങ്ങുന്ന ചിക്കൻ്റെ 1-2 പ്രാവശ്യം വാങ്ങുമ്പം കാല് മാത്രം മാറ്റി ഫ്രീസറിൽ വെച്ചാൽ മതി. കുട്ടിക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവയ്ക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. ഇന്നൂനും ആലൂനും നല്ല ഇഷ്ടമാട്ടാ. ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കും, നല്ല രസമല്ലേ, ലോലിപോപ്പ് പോലെ കാണാൻ തന്നെ. ഇനിയിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് എന്തായാലും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണേ. കുറേ സമയം വെക്കാൻ പറ്റുമെങ്കിൽ കുറേ സമയം വെച്ചോ. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ പുലാവിനുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കലാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് പുലാവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തേ. പിന്നെ ഉള്ളി 2 മീഡിയം സൈസിലുള്ള ഉള്ളി, പിന്നെ ഒരു വെളുത്തുള്ളി ഇങ്ങനെ എന്താ പറയുക മേലെ ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തേ. പിന്നെ ഞാൻ ഒന്നും കൂടി എടുത്തേ. എനിക്ക് പുലാവിൽ വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റാണ് അത് ചോറിൽ അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ. പിന്നെ ഒരു 5-8 പച്ചമുളക്, ക്യാപ്സിക്കം ഒരു പകുതി, അല്ലെങ്കിൽ ഒരു മീഡിയം ക്യാപ്സിക്കം, അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് സെറ്റാക്കി വെക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അത് ഞാൻ മറ്റേന് വേണ്ടി ഉണ്ടാക്കിയോണ്ട് അതിൽ ബാക്കിയുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂണേ വേണ്ടൂ. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ മസാല ഒന്ന് പൊടിക്കാനുണ്ട്. 3 സ്പൈസസ് ഇട്ടിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ പൊടിക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം വേണ്ട കുരുമുളക് 1.5 ടേബിൾ സ്പൂണ്. ഈ ഒരു 3 സ്പൈസിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക, പക്ഷെ നല്ല രസമാണ്. 1.5 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂണ് നിറച്ച് ചെറിയ ജീരകം, ക്യുമിൻ സീഡാണ്. പിന്നെ വേണ്ട മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂണ്, അല്ലെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട്. ഇതിപ്പോൾ നിങ്ങളടുത്ത് മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മറ്റ് 2 മാത്രം പൊടിച്ചിട്ട് മുഴുവൻ മല്ലിൻ്റെ പൊടി എടുത്താലും മതി ഇട്ടാ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി ഈ സെയിം ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതിൽ തന്നെ ഇട്ട് കൊടുത്തേ, കാരണം മിസ്സായി പോകണ്ട. അപ്പോൾ ഈ 3 സ്പൈസസും ഗരം മസാലയും, അപ്പോൾ ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കുക. ഇപ്പം മല്ലിപ്പൊടിയായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂണ് നല്ല കുറച്ച് ഹൈറ്റിൽ. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുക.
പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ 1.5 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ 3 കപ്പ് അരി. 3 കപ്പ് അരി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് അരി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ആ ഒരു അളവാണ്. അല്ല 3/4 കപ്പല്ല, സോറി 3/4 കിലോ അരി. ഓക്കെ, 3/4 കിലോ അരി, 1.5 കിലോ ചിക്കൻ. കാര്യം ചിക്കൻ കുറച്ച് കൂടുതൽ എടുക്കണേ. ഇനിയിപ്പോൾ കുറച്ചധികം നെയ്യ് ഒരു 5-6 ടേബിൾ സ്പൂൺ വേണേ. നെയ്യാണ് കൂടുതൽ വേണ്ടത്. പിന്നെ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിലും. എന്നിട്ട് ആദ്യം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഉള്ളിയും ക്യാപ്സിക്കവും. സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം 1-2-3 പീസ് എടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി സ്പൈസ് മസാല പൗഡർ ഇടുന്നുണ്ട്, അതുകൊണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയില്ലേ നല്ല ഒരു ബ്രൗൺ കളർ ആവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അത്രയും വരെ നമ്മളൊന്ന് വാട്ടണേ. എന്നാലേ ഉള്ളിയെല്ലാം നല്ലോണം മെൽട്ടായിട്ട് അതിലേക്കും. എന്നിട്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇടുന്നുണ്ട്, മുഴുവൻ പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ എന്താ പറയുക, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും. അതില്ലേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഈ ചെറിയ മുന്തിരിയെല്ലാം, ഈ ഉണക്ക മുന്തിരിയെല്ലാം ഇട്ടാൽ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പിടിക്കില്ല. പക്ഷെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. എന്നിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാൻ ഉള്ളി വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. ആവശ്യമാണെങ്കിൽ പിന്നെയും, ആവശ്യം എന്തായാലും വരും, പിന്നെയും ഇടുക. പിന്നെ നമുക്ക് റൈസ് ഇട്ടാൽ പിന്നെയും ഉപ്പിടേണ്ടി വരും കേട്ടോ. ഇത് 1 പോട്ട് പുലാവാണ്, അതുകൊണ്ട് എല്ലാം ഇതിൽ തന്നെ ഇടണ്ടേ. ഇനിയിപ്പോൾ അതൊന്ന് മസാല മൊത്തത്തിലൊന്ന് ചിക്കനിലൊന്ന് വാട്ടി, ആ നെയ്യിലെല്ലാം ഒന്ന് വാട്ടി എടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് അങ്ങനെ ഒന്ന് വാട്ടണേ. എന്നിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ലോണം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം, ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതൊന്ന് അടന്ന് തിളക്കട്ടെ. ചിക്കൻ പകുതി വേവുമ്പോൾ മാത്രമേ അരി ഇടണ്ടൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മാറ്റി വെച്ചതിന്. ഇനിയിപ്പോൾ ഞാനൊരു ഫ്രൂട്ട് ബൗൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ കുറേ വീഡിയോസിലെല്ലാം കണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് യോഗേട്ട് കഴിച്ചാൽ നല്ലതാണ്. കാരണം സുഹൂറിൻ്റെ സമയത്തും നല്ലതാണ്, നോമ്പ് തുറക്കുന്ന സമയത്തും. അധികം പുളിയില്ലാത്ത കട്ടത്തൈരില്ലേ, അതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് ഞാൻ കണ്ടേ. അപ്പോൾ അത് കഴിച്ചാൽ നല്ല ഹെൽത്തിയാണ്, നമ്മളെ വയറിനും നല്ലതാണ്. യോഗേട്ട് ഗട്ട് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികവും അങ്ങനെ ആക്കലുണ്ട്. നമ്മൾ ഈ ഫ്രൂട്ട് സാലഡ്, ഐസ്ക്രീം എല്ലാം ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രൂട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഡോർ ബെല്ല് അടിക്കുന്നത് കേട്ടിട്ട് പോയി നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇവരായിരിക്കുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഓരോരോ ബോട്ടിൽ ജ്യൂസ് കൊണ്ടുത്തരും. അപ്പോൾ അവരെന്നേനും എന്താ പറയുക, റംസാനിൽ ഇങ്ങനെ എല്ലാവരും ചെയ്യും, എനിക്കും ചെയ്യണം ഇൻഷാ അല്ലാ. ഞാനും കുറേ പേർക്ക് ഇങ്ങനെ കൊടുക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല. ഭയങ്കര നല്ല കാര്യമല്ലേ എന്തെങ്കിലും ഇങ്ങനെ ഷെയർ ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇപ്പം ഒന്നിടവിട്ട ദിവസം പോലെ ഇങ്ങനെ കൊണ്ടുത്തരും. പിന്നെ അൽസ കൊണ്ടുത്തരും. അങ്ങനെ എന്താ പറയുക, ഭയങ്കര രസമാണ് റംസാൻ മാസമായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലും എല്ലാമായിട്ട്. പിന്നെ ഇല്ലേ, ഞാൻ ചിക്കൻ ഒരു പകുതി വെന്ത സമയത്ത് അരി ഇട്ട് കൊടുത്തിനെ. ഒരു 10 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് തിളച്ചാൽ മതി. വലിയ ചിക്കൻ പീസെല്ലാം ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ സമയം എടുക്കണേ. എന്നിട്ട് അരി ഇട്ട് ഇളക്കി അതിലാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിടേ. എന്നിട്ട് അടച്ച് വെക്കുക. പിന്നെ മല്ലിയില, പുതിനയില വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിന്. ഇനി ഈ യോഗർട്ട് ബോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കലെന്നറിയാം. കുറച്ചധികം യോഗേട്ട് എടുക്കുക. പിന്നെ ഇത് പുളിയുള്ള തൈര് വെച്ചിട്ട് ട്രൈ ആക്കിയാൽ ശരിയാവില്ല കേട്ടോ. കട്ടത്തൈര് തന്നെ വേണം. എന്നിട്ട് ഇതിലേക്ക് എന്തെങ്കിലും മധുരത്തിന് ഒന്നുകിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇടാം കുറച്ച്, അല്ലെങ്കിൽ പഞ്ചസാരയും പിന്നെ എന്തെങ്കിലും ഇതേപോലത്തെ എസൻസ്. പിന്നെ റൂവാസ അത്ര നല്ലതല്ലെന്ന് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കളറും ഒരു ടേസ്റ്റെല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഇടലുണ്ട്. ഒന്നുകിൽ റൂവാസ അല്ലെങ്കിൽ സ്ട്രോബെറിൻ്റെ എസൻസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്താൽ മതിയേ. പിന്നെ കുറച്ച് പഞ്ചസാരയും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ ഫ്രൈ പാൻ വെച്ചിനെ ചിക്കൻ ലോലിപോപ്പ് ഇടാൻ വേണ്ടി. കാരണം മറ്റേതാവുമ്പം 2 പ്രാവശ്യം ഇടേണ്ടി വരും, ഇതാവുമ്പം കുറച്ച് കൂടുതൽ കൊള്ളുമല്ലോ. അങ്ങനെ ഞാൻ ഓയിലൊന്ന് മാറ്റി വെച്ചിനേനു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അരിയില്ലേ ആദ്യം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേ. എന്നിട്ട് വെള്ളം ഒന്ന് ഇങ്ങനെ പകുതി വറ്റി വരുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് അടച്ച് വെച്ചാൽ മതി. എന്നാൽ അതങ്ങനെ ദമ്മായിട്ട് വെന്തോളുവേ.
അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അരി ഒരു വെള്ളം ഒരു ഹാഫ് വറ്റുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം. എന്നിട്ട് അടച്ച് വെക്കുക. നല്ലോണം എയർ പോവാത്ത രീതിയിൽ ദം ചെയ്യുന്ന പോലെ അടച്ച് വെക്കുക. ഇനിയിപ്പോൾ സമയമായി, അതുകൊണ്ട് ഞാൻ കുറച്ച് വേഗം ചെയ്യുന്നതേനു കേട്ടോ എല്ലാം. ഞാൻ ഇപ്രാവശ്യമായിട്ട് റമളാൻ്റെ വ്ളോഗ് എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ടച്ച് വിട്ട പോലെ. എനിക്കെല്ലാം ഇനിയിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവുമോ എന്നെല്ലാം വിചാരിച്ച് പോയിനെ. പിന്നെ പ്രത്യേകിച്ച് ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആദ്യം സ്ട്രോബെറി ആയിരുന്നു കട്ട് ചെയ്തിട്ട്. പിന്നെ സ്ട്രോബെറി ആലു തിന്നോക്കിയിട്ട് ഓള് ഭയങ്കര പുളി, ഓള് തിന്നുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് പിന്നെ ആപ്പിൾ കട്ട് ചെയ്തിട്ട് സ്ട്രോബെറി മൊത്തം ആലുവിന് തന്നെ കൊടുത്ത്. ആലുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ആയിന്. അപ്പോൾ അത് ഞാൻ കോരി മാറ്റുന്നുണ്ട്. പിന്നെ പിന്നെ നമ്മൾ റൈസും റെഡി ആയിനു കേട്ടോ. ആദ്യം ഒരു വെള്ളം പകുതി വറ്റി അടച്ച് വെച്ചാൽ, നല്ല ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് ദം ചെയ്താൽ തന്നെ റൈസ് നല്ല അടിപൊളിയായിട്ട് കുക്കാവും. അപ്പോൾ ഇത് നല്ല ഫ്ലേവറുള്ള നല്ലൊരു പുലാവാണ്. എന്തായാലും ഇഷ്ടപ്പെടും. അറബിക് റൈസെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷേ ഇത് അറബിക് റൈസ് അല്ല, ഞാൻ പറഞ്ഞ ഈ എന്താ പറയുക, കൂടുതൽ മസാലയൊന്നും ഇല്ലാണ്ട് മന്തി അല്ലെങ്കിൽ അറബിക് റൈസ് പോലത്തെ അറബിക് റൈസസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാവുന്ന പറഞ്ഞ. ഇനി മയണൈസ് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ നമ്മൾ ഷർത്തയില്ലേ ടൊമാറ്റോ ചട്നി അതുണ്ടാക്കാം. ഏതായാലും സാരമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ സെൻട്രലിൽ നിന്ന് ഞാൻ ഇത് ഏൽപ്പിച്ചിട്ട് പോയതേന് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ക്രീം ഫില്ലാക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഏത് ക്രീമാണെന്നറിയാം? നമ്മളെ മറ്റേ വൈറലായിട്ടുള്ള ക്രീമില്ലേ, ഫ്രഷ് ക്രീം അൽമറൈൻ്റെ ആ ഒരു ക്രീമാണ് ഫില്ലാക്കുന്നത്. ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തോ ഒരു സാധനം കഴിക്കുന്ന പോലെയാണ്. നമുക്ക് ഇങ്ങനെ ഫില്ലാക്കി വെച്ചാൽ ഞാൻ 2-3 ദിവസം എടുക്കലുണ്ട് ഒരു ട്രെയിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ. ഈ ക്രീമിന് പകരം ബട്ടർ ഫില്ല് ചെയ്ത് കഴിക്കുന്ന കണ്ടിട്ടില്ലേ, അതും നല്ല ടേസ്റ്റാട്ടാ. സാൾട്ടഡ് ബട്ടറോ അല്ലെങ്കിൽ അൺസാൾട്ടഡോ ഏതായാലും പ്രശ്നമില്ല. ഈ ക്രീമും ബട്ടറും രണ്ടും മിക്സ് ചെയ്താൽ അതിനേക്കാളും ടേസ്റ്റാണ്. ഏതോ ഒരു ചോക്ലേറ്റ് പോലെ എങ്ങാനും ഉണ്ടാവേ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇവിടെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്ന. പിന്നെ ഞാൻ ഇപ്രാവശ്യം നോമ്പിന് ഒരു വ്ളോഗും ചെയ്യൂല എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. പക്ഷെ കുറേ പേര് മെസ്സേജ് അയച്ചു തരും. പിന്നെ എനിക്ക് തോന്നി ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. കാരണം വേറൊന്നുമില്ല, നോമ്പിന് ഒരു ദിവസം മൊത്തം ഷൂട്ട് ചെയ്യണം, പിറ്റേ ദിവസം മൊത്തം എഡിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ റമദാൻ മാസത്തിലെ ദിവസം എല്ലാം നമ്മൾ കളയലാന്ന് പൊതുവെ. നമുക്കൊന്നിനും വിചാരിച്ച പോലെ സമയം കിട്ടൂല. അതുകൊണ്ടെല്ലാം ഞാൻ വ്ളോഗ് വേണ്ട എന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടേനു, കുറേ സമയം കിട്ടുന്നുണ്ടേനു, അങ്ങനെയല്ലോ. പിന്നെ നമ്മൾ സംസം വെള്ളം എടുത്ത്, പിന്നെ ഇത് അവർ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ ജ്യൂസസ് കൊണ്ടുത്തരുന്നുണ്ടേനു എന്ന്. അപ്പോൾ അവർ തലേ ദിവസം ഗ്രേപ്സും പിന്നെ വിംറ്റോവും രണ്ടും കൂടി മിക്സാക്കി ഏതോ ടൈപ്പ് ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ അതും ഉണ്ടേനു. അങ്ങനെ രണ്ടും കൂടി നമ്മൾ ഒഴിച്ച് വെച്ചു. അതുകൊണ്ട് ഇന്ന് ജ്യൂസ് ആക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ലൈം ആക്കലേ കുറവാട്ടാ. മെയിനായിട്ട് നമ്മൾ ജ്യൂസ് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ദിവസവും ലൈം ആക്കലുണ്ടേനു. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് തുറ കഴിഞ്ഞ്. പിന്നെ എന്തെല്ലാം നിങ്ങളെ നോമ്പ് തുറ വിശേഷങ്ങളെല്ലാം എന്തെല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട് എന്നറിയാം. പിന്നെ നാട്ടിൽ കുറച്ച് ക്ഷീണം കൂടുതലുണ്ടാവുമല്ലോ, അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അധികം ആളും ഇങ്ങനെ നാട്ടിലെല്ലാം കോളാക്കിയാൽ പറയുന്നത് കേട്ടിന്. ഭയങ്കര ക്ഷീണം നോമ്പ് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് എന്നെല്ലാം. അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ അങ്ങനെ നോമ്പ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്പെഷ്യൽ ക്ഷീണങ്ങളൊന്നും ഉണ്ടാവലില്ല. അത് നമ്മൾ ഇവിടുത്തെ റുട്ടീൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. രാത്രി സുബഹി നിസ്കാരം വരെ ഉറങ്ങാണ്ട് നിൽക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. നമുക്ക് ക്ഷീണം കുറവാണ്. അതുകൊണ്ട് തന്നെ പക്ഷെങ്കിൽ നമ്മൾ പറയില്ലേ ആ ഒരു വിശപ്പറിഞ്ഞ് നോക്കണം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഇടുന്നത് അറിയലില്ല. പിന്നെ ഇങ്ങനെ അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യലും ഈ വ്ളോഗിലെ വിശേഷങ്ങളും. എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസെല്ലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.